2002 കാലഘട്ടം മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഹദീസ് നിഷേധം കൊണ്ടുവരാൻ ശ്രമിച്ചത് കയ്യോടെ പിടികൂടി അവരെ പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നപ്പോൾ അതിനെ മറച്ചുപിടിക്കാൻ അന്ന് മടവൂർ വിഭാഗം പുറത്തെടുത്ത തന്ത്രമായിരുന്നു വ്യാജമായ ശിർക്കാരോപണം. ഇപ്പോൾ കേരള നദുവത്തുൽ മുജാഹിദീനിലേക്ക് ലയിച്ച മടവൂർ വിഭാഗത്തോട് ചേർന്നതോടുകൂടി അബ്ദുസ്സലാം സുല്ലമി, അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ അടക്കം ഷബാബിലും മറ്റു പുസ്തകങ്ങളിലും അവർ പറഞ്ഞിട്ടുള്ള ഹദീസ് നിഷേധ ആശയങ്ങൾ, ആ ചേകനൂതി ആശയങ്ങളിൽ ഒന്നുപോലും കേന്ദ്രം ഇരുത്തിയിട്ടില്ല. അതിനെ മറച്ചു പിടിക്കാൻ തിരുവനന്തപുരത്ത് പരുത്തിക്കുഴിയിൽ അനസ് മുസ്ലിയാർ ശിർക്കാരോപണം മടവൂർ വിഭാഗത്തിന്റെ ചുവട് പിടിച്ച് വീണ്ടും ഉന്നയിക്കുന്നത് നമുക്ക് കാണാം. സംസം വെള്ളം, ഹജറുൽ അസ്വദ് തുടങ്ങിയ വിഷയങ്ങളിൽ 2015 ആഗസ്റ്റ് 7-15 തീയതികളിൽ പോലും ഷബാബ് എന്ന ഇപ്പോൾ കേന്ദ്രത്തിന്റെ കീഴിലുള്ള പ്രസിദ്ധീകരണത്തിൽ അത്തരം ഹദീസുകൾ ചേകനൂർ നിഷേധിച്ചതുപോലെ നിഷേധിച്ച തെളിവുകൾ തിരുവനന്തപുരത്ത് പരുത്തിക്കുഴിയിൽ ജനങ്ങളുടെ മുമ്പിൽ സമർത്ഥിച്ചതിന് മറുപടി പറയാൻ വന്ന മുസ്ലിയാർ അതിനെക്കുറിച്ച് യാതൊന്നും പറയാതെ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരുടെ ദീർഘമായ ഒരു മറുപടിയിൽ നിന്ന് ഏതാനും സെക്കൻഡുകൾ എടുത്ത് കൃത്രിമ വൈകാരികതയുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുക. മലക്കിനോട് ചോദിച്ചാലും ശിർക്കല്ല, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല, മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം മരത്തോടും കല്ലിനോടും ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം പറയുന്നു ഞങ്ങൾ മുവഹിദുകളാണ് എന്ന്. ഞങ്ങളിൽ എവിടെ ശിർക്ക് എന്ന്? ശിർക്ക് തപ്പി നോക്കണോ? ഇനി നോക്കണോ? ഒന്നുകൂടി കേട്ടോളൂ. ആ ആശയം വെറുതെ കേട്ടുപോകണ്ട, വെറുതെ കേട്ടുപോകണ്ട, നന്നായി തന്നെ ശ്രദ്ധിച്ചു കേട്ടുപോയിക്കോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാർത്ഥന ശിർക്കല്ല. അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പരപ്പിനോടാകുമ്പോ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്ന ഒന്നില്ല. ഇവിടെ തേട്ടം ശിർക്കായ തേട്ടമാണോ? ഇൻസിനോടും ശിർക്ക്, ജിന്നിനോടും ശിർക്ക്, മലക്കിനോടും ശിർക്ക്, വായുവിനോടും ശിർക്ക്, സൂര്യനോടും ശിർക്ക്, ഏത് പടപ്പിനോടും ശിർക്ക്. അത് റബ്ബിനോടെ ആകാവൂ. ആരാണ് മുൻഗാമികൾ പഠിപ്പിച്ച മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്? പൊന്നുപോലെ മാലാ യഖ്ദിറു അലൈഹി മുജാഹിദ് നീ മിണ്ടണ്ട. അന്റെ മുജാഹിദും മാലാ യഖ്ദിറു അലൈഹി ഇതാണെങ്കിൽ അള്ളാന്റെ ആ റബ്ബിനെ ഓർത്തിട്ട്, പടച്ചവനെ ഓർത്തിട്ട് ഒരിക്കലും മുജാഹിദ് എന്നോ അതല്ലെങ്കിൽ ആ സലഫി എന്നോ അതല്ലെങ്കിൽ തൗഹീദ് എന്നോ പറയണ്ട. ഇത് തൗഹീദല്ല, ഇത് കൊടിയ ശിർക്കാണ്. മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം കല്ലിനോട് ചോദിച്ചാലും സൂര്യനോട് ചോദിച്ചാലും മരത്തോട് ചോദിച്ചാലും ജിന്നിനോട് ചോദിച്ചാലും അതുപോലെ ആകാശത്തോട് ചോദിച്ചാലും ശിർക്കല്ല എന്ന് പറയുന്ന ഈ വാദം നിനക്ക് തൗഹീദ് അറിയാത്തത് കൊണ്ടാണ്. തൗഹീദ് നീ വിചാരിച്ചതിനും നീ ഊഹിച്ചതിനും അപ്പുറമാണ് തൗഹീദ്. നിന്റെ ഊഹത്തിലല്ല തൗഹീദ് ഉള്ളത്, അതിനപ്പുറം തൗഹീദ് ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഇവര് വന്നിട്ട് നമ്മളോട് ചോദിക്കണം, അതാണ് രസം. ഇവരിങ്ങനെ ഇവന്റെ വിചാരം എന്താന്ന് ചോദിച്ചാൽ ഇവന്റെ കരുതൽ ഇവൻ മുങ്കരൻ നക്കീർ നമ്മൾ കബറി കിടക്കുന്ന ആളുമാണ്. ഇതാ അവൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അനസ് മുസ്ലിയാർ കാണിച്ച ക്ലിപ്പിൽ നിന്നുള്ള ഏതാനും സെക്കൻഡുകൾ നാം കണ്ടുവെങ്കിൽ ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം നാം കണ്ടേ പറ്റൂ. കാക്കനാട് നടന്ന ഒരു മുഖാമുഖം, ആ മുഖാമുഖത്തിലെ കേന്നമിന് വേണ്ടി ചോദിച്ചിട്ടുള്ള ചോദ്യകർത്താവ് ചോദ്യം വളരെ പ്രസക്തമാണ്. ജിന്നുകളോട് തേടാമെന്നോ തേടണമെന്നോ മുജാഹിദുകൾക്ക് ആർക്കും അഭിപ്രായമില്ല, നിങ്ങൾക്കഥവാ വിസ്ഡം വിഭാഗത്തിന് അഭിപ്രായമില്ലെന്ന് അദ്ദേഹം ചോദ്യത്തിൽ തന്നെ തുറന്നു പറയുന്നു. ആ ചോദ്യം തന്നെ കേന്നമിനുള്ള ഒരു ഉത്തരമാണ്. 2013 ഏപ്രിൽ 15 മുതൽ 30 വരെയുള്ള ലക്കം സത്യധാരയിൽ കേന്നമിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദം മുജാഹിദുകളിൽ ചിലർക്ക് ഉണ്ട് എന്നതാണ്. അതാണ് ചോദ്യകർത്താവ് തള്ളിപ്പറയുന്നത്.
അത് അനസ് മൗലവി ജനങ്ങളെ കാണിക്കുമോ ആ ഭാഗം? മാത്രമല്ല, അനസ് മൗലവിയുടെ തൗബ കാപട്യമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ്. ഇനി ഉത്തരത്തിൽ എന്താണ് ഫൈസൽ മൗലവി പറയുന്നത്? ഒരു തേട്ടം ഏതു മാനദണ്ഡത്തിൽ തേടുമ്പോഴാണ് ശിർക്കാവുന്നത് എന്നതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മുജാഹിദ് പണ്ഡിതന്മാരും നേതാക്കന്മാരും മുമ്പേ പറഞ്ഞതും പഠിപ്പിച്ചതും എഴുതി വച്ചതുമാണത്. റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം റബ്ബല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കാകും എന്ന് അദ്ദേഹം പറയുന്നു. അനസ് മൗലവി കാണിച്ച ഭാഗത്ത് തന്നെ കാണാം, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം കല്ലിനോട് ചോദിച്ചാലും ശിർക്കാണ് എന്ന്. അതുകൊണ്ട് ഈ വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കലുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചേകനൂർ മൗലവിയുടെ ആശയങ്ങൾ 10-14 കൊല്ലക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മടവൂർ വിഭാഗത്തോട് യുദ്ധം ചെയ്ത അനസ് മൗലവി യഥാർത്ഥത്തിൽ അതിനുശേഷം ചെയ്തത് എന്താണ്? അവരുടെ ഏതെങ്കിലും ഒരു കാര്യം അവർ തിരുത്തിയില്ല. സംസം വെള്ളം, ഹജറുൽ അസ്വദ്, ഈ വിഷയങ്ങളിൽ 2015 പോലും ഷബാബിൽ വന്ന കാര്യങ്ങൾ പരുത്തിക്കുയിൽ വിശദീകരിച്ചത് വ്യക്തമായി മറുപടി പറയാൻ സാധിക്കാതെ ഉത്തരം മുട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഒരു കടുങ്കൈ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ചേകനൂർ മൗലവി നവോത്ഥാന നായകനാണ് എന്ന് മടവൂർ വിഭാഗത്തിന്റെ ISMന്റെ പ്രസിഡന്റായിരുന്ന മുജീബ് റഹ്മാൻ കിനാലൂർ, ഇപ്പോഴത്തെ KNMന്റെ നേതാവ് പറഞ്ഞത് തിരുത്തുക പോലും ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്ലിപ്പിൽ നിന്നും ഏതാനും സെക്കൻഡുകൾ കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം നാം ഒന്ന് കാണുക. അസ്സലാമു അലൈക്കും. ഞാൻ മൂവാറ്റുപുഴ സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, നിങ്ങൾ ഉത്തരം, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സംക്ഷിപ്തമായിട്ട് ഉത്തരം പറയണമെന്ന് ആദ്യമായി ഒരു അപേക്ഷ ആണ്. അരമണിക്കൂറിനൊക്കെ മേലെയാണ് ഉത്തരങ്ങൾ എടുക്കുന്നത്. പിന്നെ ചോദ്യം ഒന്ന് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ മുജാഹിദ് പ്രസ്ഥാനം ഷമീർ മദനി ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പ്രമാണബദ്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു അപശബ്ദമായി ആണ് സക്രിയ സലാഹിയുടെ മഞ്ചേരി പ്രോഗ്രാം എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ കേൾക്കുന്നത് ഈ രീതിയിൽ ജിന്നിനോടുള്ള ചോദ്യങ്ങളിൽ 2 തരമുള്ള ചോദ്യമുണ്ടെന്നും ആ ചോദ്യം എന്താണ് ശിർക്കായതുണ്ടെന്നും, ഇനി ഏതെങ്കിലും ജിന്ന് സ്പോട്ടിലുള്ള ജിന്നാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിലവിലുള്ള ജിന്നുകൾ അതിന്റെ കഴിവിൽപ്പെട്ട ഒരു സഹായത്തേട്ടമാണ് നാം ചോദിക്കുന്നതെങ്കിൽ അത് ശിർക്കായ സഹായത്തേട്ടമാകുകയില്ല എന്നും, അത് ഹറാമും വസീലത്തുലിലെ ശിർക്കും, ആ പദം തന്നെ മുജാഹിദുകൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും പലരും കേട്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് പേർക്ക് പുതിയതായിട്ട് വസീലത്തുലിലെ ശിർക്ക് എന്നുള്ള പദം തന്നെ അന്ന് ആദ്യമായിട്ടാണ് ഞാനൊക്കെ കേൾക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരുപാട് പേര് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങിയുള്ള വിശദീകരണം പിന്നെ ആലുവ വന്നു, പല സ്ഥലങ്ങളിൽ വന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ജിന്നിനോട് 2 രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്ന് ശിർക്കായ തേട്ടം, അതായത് നിലവിലുള്ള മരിച്ചുപോയ ജിന്നിനോട് അല്ലെങ്കിൽ ഇവിടെ പരിസരത്തില്ലാത്ത ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം ഒന്ന്. 2, നിലവിലുള്ള അതിന് കഴിവുള്ള ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം ഒന്ന്. ചോദിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? തേടാമെന്നോ തേടണമെന്നോ തേടപ്പെടേണ്ടതാണെന്നോ നിങ്ങൾക്ക് വാദമില്ല, സമ്മതിക്കുന്നു. പക്ഷേ തേടിയാൽ ശിർക്കല്ല, വസീലത്തുൽ ഇല ശിർക്ക് മാത്രമേ ആകുകയുള്ളൂ എന്നുള്ളതിനുള്ള പ്രമാണമാണ് ചോദിക്കുന്നത്. അതിന് വളരെ സംക്ഷിപ്തമായി ഒരുപാട് അറ്റൻഡ് ചെയ്തതാണല്ലോ മുഖാമുഖങ്ങൾ. വളരെ സംക്ഷിപ്തമായി 1 മണിക്കൂർ 1 മണിക്കൂർ എടുക്കാതെ വളരെ ഷോർട്ടായിട്ട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൽ ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്. മറുപടി ഒരു പക്ഷേ ചോദ്യത്തിനനുസരിച്ച് പറയേണ്ടി വരും, സ്വാഭാവികമാണ്. ചോദ്യം ഒറ്റ വരി ഉണ്ടാവുള്ളൂ, 2 പേജിൽ ഉത്തരം എഴുതുക എന്ന് ചോദ്യമാണെങ്കിൽ 2 പേജ് എഴുതേണ്ടി വരും. ഒരു പാരഗ്രാഫ് എഴുതാകുമ്പോൾ പാരഗ്രാഫ് എഴുതേണ്ടി വരും. ചിലപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, ചോദ്യം ഒരുപാടുണ്ടാവും, ഉത്തരം ഒരു വാക്ക് മതിയാവും. അതുകൊണ്ട് മറുപടി പറയുക എങ്ങനെയും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും താങ്കൾക്ക് വകച്ചേരണം. ഇവിടെ എല്ലാവർക്കും ചോദിക്കാൻ അവസരം കൊടുത്ത് നേരം മുൾക്കോളം ഇരിക്കണം നിർബന്ധമില്ല. നമ്മളെ സംബന്ധിച്ച് ഒരാൾ ചോദിച്ചാലും ഈ വിഷയം ക്ലിയർ ആയാൽ മതി.
അതുകൊണ്ടാണ് ഹാരിസ് ചോദിച്ചപ്പോ ഞാൻ ആണർക്ക് എന്നെ കൂടിയത്. ഇപ്പൊ ഏതായാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ, നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് വാദമില്ല, തേടാമെന്ന് വാദമില്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ സമ്മതിച്ചാ പോരാ, നിങ്ങൾ സമ്മതിച്ചാ പോരാ. നിങ്ങൾ മുജാഹിദ് സെന്ററിൽ പോയിട്ട് ഇത് മൂന്നൊക്കെ ഇറണം അവിടെ നേതാക്കന്മാരെ മൂത്തിട്ട് ഇപ്പൊ സമ്മതിക്ക ഇവിടെ നിന്നിട്ട്. അത് ശരി, ഇപ്പൊ ഞങ്ങൾ അരമണിക്കൂർ ചെലവഴിച്ചപ്പോ അതിന് ലാഭം ഉണ്ടായതോ? ഇതുകൊണ്ടാണ് ചെലവ്. ഇത് ഒരു വൈകാരിക വിഷയം തന്നെയാണ്. ഇതൊക്കെ നാട്ടിൽ എഴുതി വിടാം. എന്നിട്ട് ഇവിടെ നിന്നപ്പോ ഞങ്ങൾ സമ്മതിക്കുക വാദമില്ല എന്ന്. അങ്ങനെയാണ് സമ്മതിച്ചു പോകാൻ പറ്റൂല. നേരെ മറിച്ച് നേതാക്കന്മാരുടെ പോയിട്ട് പറയും, നേതാക്കളെ ഈ നിങ്ങൾ പറയരുത്, ടീപ്പിനെ ഉടനെ പുറത്താക്കി, ആദ്യം മൂപ്പരെ പുറത്താക്കേണ്ടത്. ഈ വക മുവഹിദുകളെ നേരെ ഇത്ര പച്ചയായിട്ട് ഖുറാഫയുടെ മാസികയിൽ പോയിട്ട് ഇവിടെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് വാദിച്ചു കൊടുത്ത് എഴുതിയിട്ട്, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞത് KNM മുൻ പ്രസിഡന്റ് പറഞ്ഞത്, ഇപ്പൊ അപ്പുറത്ത് KNM ഇല്ല, പ്രസിഡന്റും ഇല്ല. അത് ബോധപൂർവ്വം പറഞ്ഞു തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ ഈ ചോദ്യത്തിന് മുപ്പതിക്കറിയാം അത് സമ്മതിക്കാഞ്ഞാൽ പ്രശ്നമാണ്, അവിടെ സമ്മതിക്കുക. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് ഈ പച്ചയായ കള്ളം ഞങ്ങൾക്ക് നാട്ടിൽ പഠിക്കുന്ന അട്ടാൽ മുളക്കാത്ത നുണാന്നറി, ആ നിരക്കുള്ള ശുദ്ധമായ കളവ് ലക്ഷക്കണക്കായ മുജാഹിദുകൾക്ക് നേരെ ആരോപിച്ചിട്ട് 4 കൊല്ലക്കാലം അതുമായി നടന്നിട്ട് നീ ഇപ്പോഴും ഈ നാട് നിങ്ങൾ കെട്ടുന്ന സ്റ്റേജിലൊക്കെ ഇനി എന്താ പറയാൻ പോണത്? ഇതന്നെയല്ലേ അടുത്ത വേദി എന്നാ പ്രഖ്യാപിക്ക്, അടുത്ത സ്റ്റേജിൽ അനസ്മൂലി പ്രഖ്യാപിക്കട്ടെ, ഇവർക്ക് തേടാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ വാദമില്ല, അത് ഞങ്ങൾ എഴുതി വിട്ട് ഞങ്ങൾ അബദ്ധമാകുന്നു എന്ന് പറയട്ടെ. അതുകൊണ്ട് ഉത്തരം നീണ്ടു പോകുമ്പോൾ പ്രയാസം ഉണ്ടാവും. ഞങ്ങൾക്കറിയാം ഉത്തരം നീണ്ടാൻ മെച്ചുണ്ട്. അങ്ങ് സമയം തരാം, നിങ്ങൾക്ക് സ്വയം തീർത്തിട്ട് പറഞ്ഞേക്കുള്ളൂ. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ ഒരു ഒറ്റവാക്കി ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല. അതുകൊണ്ട് അടുത്തൊരു വേദിയിൽ അനസ് മൗലവിയോ അല്ലെങ്കിൽ TPയോ ആ നിലക്കുള്ള ഒരാൾ പ്രഖ്യാപിക്കട്ടെ, ഇവർക്കാർക്കും അങ്ങനത്തെ വാദമില്ല. ഒന്നുകിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ അവരെ പറ്റി ആരോപിച്ചതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അനസിന് തൗബ ഇല്ലായിരുന്നു, വാദമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെന്താ തൗബ ചെയ്തെന്ന്? അപ്പൊ അത് കാപ്പട്യമായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് സഹോദരങ്ങളെ പ്രശ്നത്തിന്റെ കാതൽ. അല്ല ഇവിടെ ജിന്നും ഭൗതികവും അഭൗതികവും ഇരുട്ടും വിജനപ്രദേശം ഒന്നുമല്ല പ്രശ്നം. അതൊക്കെ വിഷയത്തിന്റെ മസലയുമായി ബന്ധപ്പെടുന്ന ചില ചർച്ചകൾ മാത്രം. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഈ വക ആരോപണം ഉന്നയിച്ച ചില മനുഷ്യന്മാരെ ഇതിൽ നിന്ന് മാറ്റിയെടുത്തേണ്ട ആവശ്യം ചിലർക്കുണ്ടായിരുന്നു. അവർ വിചാരിച്ചെന്തറിയോ, അങ്ങനത്തെ കുറച്ചാളുകൾ മാറ്റിയിട്ട് പ്രശ്നം തീരുന്ന. പക്ഷെ അനീതിക്ക് കൂട്ടു നിൽക്കാൻ ഒരു കാലത്ത് മുജാഹിദുകൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് എത്ര തലപ്പത്തുള്ളവൻ പറഞ്ഞപ്പോഴും ഇത് അനീതിയാണ്, ഇത് ശരിയല്ല, നിങ്ങൾ ഇല്ലാത്തവരെ പറഞ്ഞുണ്ടാക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ദീനിനെ സ്നേഹിക്കുന്ന ഇഖ്ലാസുള്ള മുജാഹിദീങ്ങൾ ആദർശത്തിൽ പറഞ്ഞു പോകുന്നത്. അല്ല ജിന്നിനെ വിളിച്ച് തേടാൻ അഭിപ്രായമുണ്ടായി പോകുന്നതല്ല ഈ ഇരിക്കുന്ന മുജാഹിദീങ്ങളൊന്നും. അല്ല ഞാൻ നേരത്തെയും പ്രഖ്യാപിച്ചത്, ജിന്നിനെ വിളിച്ച് തേടാൻ ഒരുത്തം പറഞ്ഞ മുജാഹിദല്ല, നിങ്ങൾ ധൈര്യമായി പ്രഖ്യാപിച്ചോളി, ഒരു സംശയമില്ല, ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പിന്നെ തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ഭൗതികമാകുക, എപ്പോഴാ ഭൗതികമാകുക, അതിന്റെ പ്രമാണം അതാണ് നേരത്തെ പറഞ്ഞ അവിടെയൊക്കെ പറഞ്ഞ ആ പ്രമാണം എന്തോ അതന്നെ അതിനുള്ള പ്രമാണം. 1971 സൽസബീലിൽ ഈ ലേഖനം എഴുതുമ്പോൾ എന്താണോ ഇതിനുള്ള പ്രമാണം, 90കളിൽ ശബാബിൽ ഈ ലേഖനം വരുമ്പോൾ എന്താണോ ഇതിനുള്ള പ്രമാണം, ആ ചോദ്യത്തിന് തന്നെ പുസ്തകമായി പുറത്തിറക്കിയപ്പോൾ എന്താണോ ഇതിനുള്ള പ്രമാണം, ആ പ്രമാണം തന്നെയാണ് നമുക്കുള്ളത്. കാരണം എന്താ, എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക? അതാ ജബ്ബാർ മൗലവി പറഞ്ഞ 2 ഉദാഹരണം, അത് വളരെ വ്യക്തം. ഈമാനോടെ മരിപ്പിക്കണേ എന്ന് മുന്നിൽ കണ്ട ജിന്നിനോടോ മലക്കിനോടോ ഇൻസിനോടോ തേടിയാൽ അത് ശിർക്ക് തന്നെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന ഈമാൻ കൂടെ മരിപ്പിക്കണേ, ശിർക്കാണ്. ആള് മുമ്പിലുണ്ട്, ആളിവിടെ ഹാജറാണ്, ആളിവിടെ ഹയ്യാണ്, എന്നാലും ശിർക്ക് തന്നെ. അതാണ് ഒരു തേട്ടം ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അവിടെയാണ് അത് വേർതിരിയുന്നത്. ആരോട് തേടുന്നു എന്നുള്ളതല്ല, ഏതു മാനദണ്ഡത്തിൽ തേടുന്നു. റബ്ബിന് മാത്രം സാധിക്കുന്ന അള്ളാന്റെ കഴിവിൽ മാത്രം പെട്ട സൃഷ്ടികൾക്ക് കഴിവില്ലാത്ത കാര്യമാണോ എങ്കിൽ അത് ഏത് സൃഷ്ടിയോട് തേടിയും ശിർക്ക. മുന്നിൽ കണ്ട കല്ലിനോട് തേടി ശിർക്കാണ്, മുന്നിൽ കണ്ട ഇൻസിനോട് തേടി ശിർക്കാണ്, ജാടത്തങ്ങൾ പോയി തേടി ശിർക്കാണ്, അതേപോലെ ഖബറാളിയോട് തേടി ശിർക്കാണ്, മലക്കിനോടോ ജിന്നിനോട് തേടി ശിർക്കാണ്, റബ്ബല്ലാത്ത ആരോട് തേടിയും ശിർക്കാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു. ആ സഹായാർത്ഥന റബ്ബിനോടേ പാടുള്ളൂ, അത് ആരിലേക്ക് പോയാലും ശിർക്ക്. എന്നാൽ അതിൽ പെടാത്ത സഹായാർത്ഥന ഉണ്ട് എന്നതിൽ തർക്കമില്ലല്ലോ. അതാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പരസ്പരം പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക, സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാർത്ഥന ശിർക്കല്ല. അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടപ്പിനോടാകുമ്പോൾ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്ന ഒന്നില്ല.
ഇവിടെ തേട്ടം ശിർക്കായ തേട്ടമാണോ? ഇൻസിനോടും ശിർക്ക്, ജിന്നിനോടും ശിർക്ക്, മലക്കിനോടും ശിർക്ക്, വായുവിനോടും ശിർക്ക്, സൂര്യനോടും ശിർക്ക്, ഏത് പടപ്പിനോടും ശിർക്ക്. അത് റബ്ബിനോടെ ആകാവൂ. അതാണ് മുൻഗാമികൾ പഠിപ്പിച്ച മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കാത്തത്. അതിനാണ് മലയാളത്തിൽ മുജാഹിദുകൾ പരിചയപ്പെടുത്തിയത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായത്. ഈമാനോട് കൂടി മരിപ്പിക്കുക എന്നത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. ഹിദായത്ത് ലഭിക്കുക കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. രോഗം സുഖപ്പെടുത്തുക കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. ദാഹം ശമിപ്പിക്കുക കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. ഇങ്ങനെ റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു സഹായം റബ്ബല്ലാത്തത് പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്ക, തേടേണ്ട കാര്യമില്ല. പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്ക്. എന്നാൽ കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് സൃഷ്ടിയിൽ പ്രതീക്ഷിച്ചാൽ ശിർക്കല്ല. ആ സഹായാർത്ഥന പരസ്പരം ചോദിക്കുമ്പോൾ ഹലാലായതുണ്ടാകും, ഹറാമായതുണ്ടാകും. എപ്പോഴും ഹറാമാവാ? തിന്മക്കാണോ? ഹറാമായി മാറും. നന്മയിൽ മനുഷ്യന്മാർ തമ്മിലാണോ? ഹലാലായി മാറും. അല്ല, ഹറാമിന്റെ വഴിയിലാണോ? ഹറാമായി മാറും. പിന്നെ മൂപ്പര് പരാതി വസീയത്ത് ശിർക്ക് എന്നുള്ള പദം അദ്ദേഹമൊക്കെ ആദ്യമായിട്ട് കേൾക്കണം. അതിലിപ്പോ നിർവാഹമില്ല, അത് നമുക്ക് നിർവാഹമില്ല. വസീയത്ത് ശിർക്ക് എന്ന പദം ഒരു പക്ഷെ അറബി കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. ശിർക്കിലേക്കുള്ള വഴി എന്നേ അർത്ഥമുള്ളൂ. ശിർക്കിലേക്കുള്ള വഴി, ശിർക്കിലേക്കുള്ള മാർഗം. ശിർക്ക് എന്ന് നമ്മൾ എന്ന് കേട്ടോ അന്ന് നമുക്കല്ലോ ശിർക്കിക്ക് ഒരു വഴി ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? ശിർക്കിലേക്ക് ഒരു വഴിയുണ്ട്. ഇനി പുതിയ വാക്കൊന്നും പറയാം. വസിയത്തുൽ ഹറാം എന്നൊരു വാക്ക് ഇസ്ലാമിലുണ്ട്. വസിയത്തുൽ ഹറാം എന്താ? ഹറാമിലേക്കുള്ള വഴി. ഒരു കാര്യം ഹറാമാണെങ്കിൽ അതിലേക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ്. ഉദാഹരണം, മദ്യപാനം ഹറാമാണ്. മദ്യപാനം മാത്രമല്ല ഹറാമ്, മദ്യപാനത്തിലേക്ക് എത്താൻ എന്തൊക്കെ സാഹചര്യമുണ്ടോ അതൊക്കെ ഹറാം. മദ്യ കച്ചവടം ഹറാമാണ്. മദ്യപാനമല്ലേ ഹറാമുള്ളൂ, കച്ചവടം കുഴപ്പമില്ലല്ലോ, പറ്റൂല. മദ്യം വിൽക്കൽ ഹറാമാണ്, മദ്യം വാങ്ങൽ ഹറാമാണ്, മദ്യം ചുമന്നുകൊണ്ട് പോകൽ ഹറാമാണ്, മദ്യം ചെത്തൽ ഹറാമാണ്. ആ നിലയ്ക്ക് മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാം ഹറാം. എന്തുകൊണ്ട്? അത് ഹറാമിലേക്കുള്ള മാർഗമാണ്. ഏതൊന്നിലേക്ക് എത്തിക്കുമോ അതിന്റെ വിധിയാണ്. ഹറാമിലേക്ക് എത്തിക്കുമെങ്കിൽ അത് ഹറാമാണ്. കറാഹത്തിലേക്ക് എത്തിക്കുമെങ്കിൽ അത് കറാഹത്താണ്. വാജിബിലേക്ക് എത്തിക്കുമെങ്കിൽ അത് വാജിബാണ്. വാജിബിലേക്ക് എത്തിക്കുമെങ്കിൽ വാജിബാണ്. ഒരു കാര്യം നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ എന്തൊക്കെ അനിവാര്യമായി ഉണ്ടാകണോ അതൊക്കെ നിർബന്ധമാണ്. നിസ്കരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നിസ്കരിക്കാൻ ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിർബന്ധ. അവിടുത്തെ മടക്കൽ നിർബന്ധമാണ്. വുദൂ ചെയ്യൽ നിർബന്ധമാണ്. ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഫർളായ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പൊ ഒരു കാര്യം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തിക്കുന്നതിനെ വസിയത്തുൻ ഇലൽ വാജിബ് അല്ലെങ്കിൽ മായു അദ്ദി ഇലൽ വാജിബ് എന്നൊക്കെ പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാക്ക് പണ്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥമില്ല. ഇനി എന്റെ വാക്കിന്ന് കേട്ടൊരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തപ്രിയം സംവാദം കേട്ടാൽ മതി. 2013 നവംബർ 25 പത്തപ്രിയം സംവാദത്തിൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ കിതാബ് വായിച്ചിങ്ങനെ പറയുന്നുണ്ട്, വസിയത്തുൻ ഇല ശിർക്കി മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർക്കി എന്ന വാക്ക് അബ്ദുറഹ്മാൻ സലഫി തന്നെ കിതാബ് വായിച്ച് പറയുന്ന ആ സംവാദം പോയി കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമാകും. അതുകൊണ്ട് ഞാൻ ആദ്യം കേട്ടിട്ടില്ല എന്ന വാക്ക് അതുകൊണ്ട് കാര്യം ഇല്ലാതാകൂല. ഒരു പക്ഷെ അറബി കേട്ടിട്ടുണ്ടാവില്ല. മലയാളത്തിൽ ഏതൊന്നിലേക്ക് എത്തിക്കുന്നുവോ അതിന് പറയുന്ന പേരാണ്. ഇത്തരത്തിലുള്ള ഒരു കബളിപ്പിക്കൽ അനസ് മുസ്ലിയാർ നടത്താനുള്ള കാരണം എന്താണ്? പരുത്തിക്കുഴിയിൽ മടവൂർ വിഭാഗത്തിന്റെ ഹദീസ് നിഷേധം വിസ്ഡം വിശദീകരിച്ചു. അതിനെക്കുറിച്ച് ഉത്തരം മുട്ടിയതാണ് യഥാർത്ഥത്തിലുള്ള കാരണം. ഖബർ ശിക്ഷയുടെ ഹദീസ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേന്നമിനോട് ലയിച്ചു കഴിഞ്ഞ മടവൂർ വിഭാഗം പറഞ്ഞിട്ടുള്ളത്. ദജ്ജാൽ എന്നാൽ പിഴച്ച പണ്ഡിതന്മാരാണെന്നും ഇസ്രാ മിറാജ് സ്വപ്നം മാത്രമാണെന്നും അവർ പറഞ്ഞു. മാത്രമല്ല, അബ്ദുറഹിമാൻ സലഫി 2013 കൊണ്ടോട്ടിയിൽ വെച്ച് പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ഒരു പുതിയ ചേകനൂർ ജനിക്കുന്നു എന്നാണ് മടവൂർ വിഭാഗത്തിന്റെ സ്ഥിരം ശബാബ് കോളമിസ്റ്റും ഇപ്പോൾ KNMന്റെ നേതാവുമായ അബ്ദുസ്സലാം സുല്ലമിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അബ്ദുസ്സലാം സുല്ലമി ഏതെങ്കിലും ഒരു വിഷയത്തിൽ തിരുത്തിയോ എന്ന ചോദ്യത്തിന് അനസ് മുസ്ലിയാർക്ക് മറുപടിയില്ല. 6 നോമ്പ്, തിങ്കളാഴ്ച നോമ്പ് എന്നിവയുടെ ഹദീസുകൾ ദുർബലമാണെന്നും വ്യക്തമായി പറഞ്ഞു. പരുത്തിക്കുഴിയിൽ വിസ്ഡം കാണിച്ച ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. ഇതെന്നാ പറഞ്ഞത്?
ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയില്ലാതെ കൂട്ടർ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? അജുവ കാരക്കയുമായി ബന്ധപ്പെട്ട സുന്നത്ത്, തിങ്കളാഴ്ചത്തെ സുന്നത്ത്, 6 നോമ്പിന്റെ സുന്നത്ത് എന്നിങ്ങനെ മുജാഹിദുകൾക്ക് എണ്ണിപ്പറയാൻ എത്രമാത്രമുണ്ട്? ഇതിനൊന്നും മറുപടിയില്ലാത്തത് കൊണ്ടാണ് ഹദീസ് നിഷേധത്തെ മറച്ചുവെക്കാൻ ഷിർക്ക് ആരോപണവുമായി വന്നിട്ടുള്ളത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അനസ് മുസ്ലിയാരുടെ നേതാവായ അബ്ദുൽ ലത്തീഫ് കരുമ്പുരാക്കൽ KNMന്റെ സംസ്ഥാന സെക്രട്ടറിയും അനസ് മുസ്ലിയാർ ഇപ്പോൾ അണികളിൽ ഒരാളുമാണ്. അപ്പോൾ ആ നേതാവ് എടച്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് നെജുമ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിനിയുടെ വ്യാജ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ കൊല്ലപ്പെട്ടു. അവിടെ 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി എടച്ചേരിയിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ആത്മീയ വാണിഭത്തിനെതിരെ പരിപാടി വെച്ചിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ കയറിക്കൊണ്ട് അബ്ദുൽ ലത്തീഫ് കരുമ്പുലാക്കൽ ശുദ്ധ ചേകനൂരിസം വിളിച്ചു പറഞ്ഞു. 2011 KJU ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ പോലും 2-ാം അധ്യായത്തിലെ 275-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജിന്നുബാധയുണ്ട് എന്ന് കൃത്യമായി സമർത്ഥിച്ചതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിനെയും KJUവിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ശുദ്ധ ചേകനൂരിസം ഈ ലയനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി വിളിച്ചു പറഞ്ഞതിനെ കുറിച്ച് അനസ് മുസ്ലിയാർക്ക് മിണ്ടാതിരിക്കണം. മിണ്ടിയാൽ മടവൂർ വിഭാഗം KNMൽ നിന്നും പിടിച്ചു പുറത്തിടും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ശിർക്കാരോപണത്തിലൂടെ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. വിശുദ്ധ ഖുർആൻ ഈ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറി കൂടുമെന്നോ, എന്നിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നോ, അവയെ ചികിത്സിക്കുവാൻ ഇന്ന മാർഗങ്ങൾ പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട് എന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഈ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറി കൂടുമെന്നോ, എന്നിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നോ, അവയെ ചികിത്സിക്കുവാൻ ഇന്ന മാർഗങ്ങൾ പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട് എന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നടന്ന പ്രോഫ്കോണിൽ ജിന്നുകളോട് തേടാമെന്ന വാദം മുജാഹിദുകളിൽ ആർക്കുമില്ല എന്ന് മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞ അനസ് മുസ്ലിയാർ, താങ്കളിൽ നിന്ന് മുജാഹിദുകൾ പരുത്തുകുഴിക്കാർ വിശിഷ്യ മറുപടി പ്രതീക്ഷിക്കുന്നു. ബദറിൽ മലക്കിറങ്ങി എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് എന്ന് ഷബാബിന്റെ താളുകളിൽ എഴുതി. ആ ഷബാബ് ഇന്ന് KNMന്റെ സ്വത്താണ്. ആ വിശ്വാസമാണോ മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തിപ്പോരുന്നത്? സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് എന്ന് കൃത്യമായി ലയനശേഷവും ഷബാബ് എഴുതി. എന്താണ് മുജാഹിദുകൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കേണ്ടത്? ചേകനൂർ മൗലവി നവോത്ഥാന നായകൻ തന്നെ എന്നതാണോ മുജാഹിദുകൾ വിശ്വസിക്കേണ്ടത്? ആ 60 ഹദീസുകൾ തള്ളിയത് വായിച്ച് മുജീബ് റഹ്മാൻ ചേകനൂരിനെ നവോത്ഥാന നായകനാക്കിയ അതേ അവസ്ഥയിലാണോ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? അതുകൊണ്ട് മുജാഹിദുകൾ പരുത്തിക്കുഴിയിൽ പറഞ്ഞ ഏത് വിഷയത്തിനാണ് താങ്കൾ മറുപടി പറഞ്ഞത്? അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഈ 1-ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അനസ് മുസ്ലിയാർ അടക്കമുള്ളവർക്ക് അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.